ഹലോ ഗൈസ്, ഞങ്ങളിന്ന് സൺഡേ നല്ല തിരക്കിലാണ് അടുക്കളയിൽ. നമ്മുടെ പാലക്കാട് കുമ്പളങ്ങിയും ഇറച്ചിയും ചേച്ചിട്ട് അതാണ് ഞങ്ങൾ പാലക്കാടിൻ്റെ എന്താ പറയുക നല്ല ഭക്ഷണമാണ് കുമ്പളങ്ങി ഇറച്ചി. അങ്ങനെ വയ്ക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരിക്കും വീഡിയോയിൽ. ഞങ്ങൾ അതിൽ കൊടുക്കുന്ന തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി, വെല്ലുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ അതിന് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിലിടാം. പിന്നെ ഇങ്ങനെ കുമ്പളങ്ങ തകൃതിയായിട്ട് ചേട്ടൻ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല മതി കഴിക്കണ്ട ഗൈസ്. കുമ്പളങ്ങ കരിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ തനിച്ച് വയ്ക്കാം അല്ലേ? ഇത്രയേ ഉള്ളൂ. അയ്യോ, ഇതാണ് ഗൈസ് പാലക്കാടിന്റെ പ്രത്യേകത. 25 കിലോ കുമ്പളങ്ങിയിൽ ഞങ്ങൾ 5 കിലോ ആണ് ഒരു സദ്യക്ക് തന്നെ കഴിക്കാം. ഇത് തന്നെ കൂടുതലാണ്. ഞങ്ങൾ ഈ കല്യാണ വീടുകളിലൊക്കെ വൈകുന്നേരം കുമ്പളങ്ങ ഇറച്ചിയാണ്. 25 കിലോ കുമ്പളങ്ങി ഉണ്ടാവും, ഒരു 5 കിലോ ചിക്കൻ ഉണ്ടാവുള്ളൂ. അത് നോക്കുമ്പോൾ ഇത് കൂടുതലാണ് ഗൈസ്. ഇതിൽ ഉപ്പും മുളകും മഞ്ഞളും മല്ലിയും എല്ലാം അങ്ങനെ കരഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് മസാല ഒക്കെ കൂട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അതിനോടൊപ്പം ചോറാവും. അതിന് ഇതൊക്കെ ഒന്ന് അരച്ച് നമുക്കൊന്ന് പേസ്റ്റാക്കി വെക്കണം. ഈ തേങ്ങയിൽ ഇനി നമുക്ക് കുരുമുളക്, ജീരകം ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. ചെറിയ ഉള്ളി ഇടും. അത് അരച്ച് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പാലക്കാടിൻ്റെ കുറേ നമുക്ക് വിഭവങ്ങളുണ്ട് സ്പെഷ്യൽ. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണുന്നതായിരിക്കും. നമുക്ക് അരപ്പിനുള്ളത് എടുത്തിട്ടുണ്ട്. കുരുമുളക്, ജീരകം, ചെറിയ ഉള്ളി നമ്മൾ ചാറിൽ അരയ്ക്കാൻ പോകണം കേട്ടോ. നല്ലപോലെ അരച്ചിട്ടുണ്ട്. തൽക്കാലം ഇതുപോലെ ഇരിക്കട്ടെ. കുമ്പളങ്ങിയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി കിട്ടും. കുരുമുളക് പൊടി കേട്ടോ. കുറച്ച് മതി. കുരുമുളക് നല്ല അരച്ചിട്ടുണ്ട്. കുറച്ച് മതി തന്നെ അരപ്പിച്ചോട്ടോ. ശേഷം സൈഡ് കൂടി കിട്ടല്ലേ 2 പച്ചമുളക് കരുന്നുണ്ട്. അതുകൂടെ ഇട്ടു. നമുക്ക് ഉപ്പ് ഇട്ടാൽ ഉപ്പിട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി വെക്കണം നമുക്ക് കുറച്ച് നേരം. തക്കാളി എടുക്കാലോ. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചധികം എണ്ണ ആയോ സംശയം അല്ല, ആയിക്കോട്ടെ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കടുകിട്ടു. ഉലുവ ഇതിൽ വേണം അല്ലേ? അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല ഗൈസ്. അയ്യോ, കടുക് പൊട്ടി വന്നു. കുറച്ച് നമുക്ക് അതിൽ കുറച്ച് പട്ട, ഗ്രാമ്പു അല്ലേ? ഗ്രാമ്പു ഇട്ടു, പട്ട ഇട്ടു, നമ്മൾ അരിഞ്ഞ് വെച്ചാൽ സവാള ഇട്ടു. നമ്മൾ നന്നായിട്ട് വാടുന്നവരെ കൊടുക്കും അല്ലേ? നന്നായി അടിക്കോട്ടെ, കുഴപ്പമില്ല. ചുവന്നുള്ളി എപ്പോഴും കുറച്ച് ചതച്ചിടുന്നതാണ് നല്ലത് കേട്ടോ, ടേസ്റ്റ്. ഈ വെല്ലുള്ളി കുറച്ച് പെട്ടെന്ന് വാടിക്കിട്ടാൽ നമുക്ക് ഉപ്പ് ഇടുന്നത് നല്ലതാണ്. പെട്ടെന്ന് വാടിക്കിട്ടേ. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഗൈസ്. വെളുത്തുള്ളി അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ചതച്ചതാണ് നമുക്ക്. പച്ചമുളകും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, വെല്ലുള്ളി നമ്മൾ ചതച്ചിട്ടുണ്ട്. ചെറിയ ചതച്ചിടണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാടിയ ശേഷം തക്കാളി കല്ലുപ്പ് ഞാൻ അപ്പഴേ കുറച്ചിട്ടു. തിരിയിട്ടോ. ഓക്കെ, മതി മതി മതി. എന്നുണ്ട് ഗൈസ്, ചേട്ടൻ ഭയങ്കരമായിട്ട് ഇളക്കാണ്. എനിക്ക് പൊതുവേ ഒരു ചെറിയൊരു ചീത്ത പേരുണ്ട് അടുക്കളയിൽ കയറുന്നില്ല എന്നുള്ളത്. ഇതിപ്പോൾ എല്ലാവരും കണ്ടു. അത് ഫിനിഷായി, തൃപ്തിയായി മക്കളെ. എന്തായാലും അടുക്കളയിൽ കയറി. അപ്പോൾ 2 പാട്ട് കൂടെ ആയിക്കോട്ടെ. പാടിക്കോളൂ. 2 പേര് പാട്ടും ചിക്കനും. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി കാട്ടുപൂവിൽ കരളിനോടും നിഴലായി അലസമായി അരുകിലൊഴുകി ഞാൻ ഇളം പൂവും കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുപൂവിൽ കരളിനോടും. അത് കലകി. ഇനി നമ്മൾ ഈ പരിപ്പൊക്കെ ചേർത്താൻ പോവാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്തു, ഗരം മസാല പൊടി. നമുക്കിതിലേക്ക് ചിക്കൻ ഇടും. നമ്മൾ കിടക്കില് ചിക്കൻ ബാക്കി വെച്ച ചിക്കൻ നമ്മൾ മിക്സ് ചെയ്യുന്നു. ഇളക്കട്ടെ ഇളക്കട്ടെ ഇളക്കട്ടെ. അടിപിടിക്കില്ല, ഇനി സിമ്മാക്കിക്കോട്ടെ. നന്നായി തരാം. അത് നമുക്ക് ഇതിലേക്ക് ഇത് കുമ്പളേക്ക് നമുക്ക് അധികം വേണ്ടല്ലോ. അപ്പോൾ ചിക്കൻ വേവ് കൂടുതലല്ലേ? അപ്പോൾ നമ്മൾ ചിക്കൻ ആദ്യം കുറച്ചുകൂടെ നന്നായിട്ട് വെള്ളം പൊടിച്ച് ഇത് കുറച്ച് വേഗം വെക്കാം. കുമ്പളേക്ക് കിടക്കാൻ നോക്കാം. ഇത് നമുക്ക് ചിക്കൻ വന്നു കുമ്പളയിലേക്ക് വെക്കാൻ പോകുന്നത്. അതന്നെ ചോയിലൊന്ന് ഒതുക്കിയിട്ടാണ് കേട്ടോ. ചോറ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറായി. നമുക്ക് ചോറ് ഇട്ടാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ചുരുട്ടി അങ്ങനെ എടുത്തു. മൂടി വെച്ചു. നമുക്ക് അടിച്ചു വയ്ക്കാൻ പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് വെച്ചതും പേസ്റ്റ് ഇട്ടല്ലേ ഇടാല്ലേ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഓക്കെ, കുമ്പളങ്ങ ചിക്കനൊക്കെ ഒന്ന് സെറ്റായി. ഇതിൽ തന്നെ വെള്ളമായി കേട്ടോ. കുമ്പളങ്ങിൽ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ സെറ്റായി. നമുക്ക് ഇനി തേങ്ങ അരച്ചത് മിക്സ് ചെയ്യും. തേങ്ങ അരച്ചത് ചേർത്തു. വെള്ളം മിക്സ് ചെയ്തു.
ഓക്കെ അങ്ങനെ ഇവിടെ സെറ്റ് ആയിട്ട് കളിക്കട്ടെ. അതിനുശേഷം കടുക് കളിക്കണം അല്ലേ? ഓക്കെ നമ്മൾ ഫൈനൽ ഹീറ്റിലേക്ക് എത്തി. ലാസ്റ്റ് കുമ്പളങ്ങിയും കോഴിയും റെഡിയായി. ഇനി ഫൈനലി നമുക്ക് കടുക് കളിക്കണം പരിപാടി. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് കുറച്ചുകൂടി ഇടായിരുന്നു. കടുക് കുറച്ചുകൂടി ഇടും. കഷ്കൻ്റെ എൻ്റെ വക. ഓക്കെ അപ്പോൾ എണ്ണ ചൂടായി വരട്ടെ. കടുക് ഇടും. പൊട്ടില്ല. പൊട്ടി കറിവേപ്പിലിട്ടു. ചെറുന്നുള്ളി ചതച്ച് വെച്ചു. നമ്മൾ ചതച്ചിട്ടാണ് ഇതിൽ പ്രധാനം കേട്ടോ. അല്ലാതെ ചതച്ച് വെച്ചു. ഇതൊന്ന് ഇറക്കി കൊടുക്കാം. നന്നായി വന്നു. ഇനി നമ്മൾ പൊട്ടി ഇടൂ. ഓക്കെ ഇനി ഫൈനലി ടച്ചാണ്. ഫൈനൽ ടച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് മല്ലിയല്ല കുറച്ച് മേലെ ഇട്ടാണ് ആക്കിയിരിക്കാൻ പരിപാടി. ഇതാ മല്ലിയിലിട്ടു. കഴിഞ്ഞു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. ഇതാ കുമ്പളങ്ങ ഇറച്ചിയും ഇത് ചിക്കൻ തനിച്ച് വെച്ചതും ജയ അരിയുടെ ചോറും. വാവ്.